വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ ഉറങ്ങിപ്പോയാലാണ് ഏറ്റവും വലിയ അപകടമുണ്ടാകുന്നത്. ഇന്നലെ പോലും അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ ഉറങ്ങിപ്പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൗതുകം തോന്നുന്നുണ്ടാവില്ലേ, അതെന്തൊരു ആപ്ലിക്കേഷനാണ്? അതെ, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ വിളിച്ചുണർത്തുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ ക്യാമറയുടെ പെർമിഷൻ ഒന്ന് കൊടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ പെർമിഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ ക്യാമറയുടെ ആക്സസ് അലോ ആകുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് താഴെ സ്റ്റാർട്ട് ബട്ടൺ കാണാം. ആ സ്റ്റാർട്ട് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും. അതും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പെർമിഷനൊക്കെ സെറ്റ് ആയി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇവിടെയുള്ള അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് 2 വോളിയത്തിൻ്റെ ഓപ്ഷൻ കാണാം. അത് രണ്ടും നിങ്ങളൊന്നും ചെയ്യേണ്ട, അത് 100% തന്നെ നിന്നോട്ടെ. ഇവിടെ താഴെ നിങ്ങൾക്ക് ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് 0.5 സെക്കൻഡ് ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. ഇത് നമുക്ക് 1 സെക്കൻഡോ 2 സെക്കൻഡോ നമുക്ക് എത്രയാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ണ് ചിമ്മുന്ന സമയത്ത് 1 സെക്കൻഡിന് മുകളിൽ ചിമ്മുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അലാറം അടിയൂ. അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ സൗകര്യപ്രദം, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ, ഇപ്പം നന്നെ കുറവ് വെച്ചാലുള്ള പ്രശ്നം എന്തെന്നാൽ നമ്മൾ കണ്ണ് ചിമ്മുമ്പോൾ തന്നെ അലാറം അടിഞ്ഞ് കളയും. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള അത്രയാണ്. അപ്പം ഞാൻ 1 സെക്കൻഡാണ് വെക്കുന്നത്. എനിക്ക് 1 സെക്കൻഡ് കണ്ണ് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അലാറം അടിയുന്ന ഓപ്ഷൻ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ അലാറം സൗണ്ടാണ്. നിലവിൽ അത് വളരെ ശബ്ദം കുറഞ്ഞ ഒരു അലാറമാണ് ഉണ്ടാവുക. അത് നമുക്ക് മാറ്റിയിട്ട് ഏത് വേണം കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇത് റെഡ് അലാർട്ടാണ് കൊടുക്കുന്നത്. ഇതാണ് കുറച്ചുകൂടി ശബ്ദമുള്ള അലാറം. ഞാൻ ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് നമുക്കത് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ടെസ്റ്റ് സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ആ അലാറം ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആക്കാം. ഇനി നിങ്ങൾ ജസ്റ്റ് ഈ സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആവും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ മുഖത്തിനും ചുറ്റും ഇങ്ങനെ ഗ്രീൻ ആയിട്ട് കാണുന്നത്. അതായത് ഇത് എൻ്റെ കണ്ണ് സെൻസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഞാൻ 1 സെക്കൻഡിൽ കൂടുതൽ എൻ്റെ കണ്ണ് പൂട്ടുകയാണെങ്കിൽ ഇത് അലാറം അടിയുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാ ഓക്കെ, ഇതുപോലെ നമ്മൾ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തതിനനുസരിച്ച് അതിൽ കൂടുതൽ നമ്മൾ കണ്ണടച്ച് നിൽക്കുകയാണെങ്കിൽ ഇത് ഉടനടി അലാറം അടിയുന്നതാണ്. ഇതാ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ നമ്മൾ അറിയാതെ കണ്ണ് ചിമ്മി ഉറങ്ങിപ്പോവുകയാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് മൊബൈൽ ഫോൺ ഇതുപോലെ അലാറം അടിയുന്നതാണ്. അപ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഫ്രണ്ട് ക്യാമറയിലൂടെ നമ്മളെ കാണുന്ന തരത്തിൽ ഫോൺ വെച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ കണ്ണ് ചിമ്മുന്നുണ്ടോ എന്ന് ഫോണിന് കാണാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ട് ക്യാമറയിലൂടെയാണ് ഇത് നമ്മുടെ കണ്ണ് സെൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊബൈൽ സ്റ്റാൻഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങളെ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ രാത്രിയൊക്കെ ആണെങ്കിൽ വെളിച്ചം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷനെ കൊണ്ട് പ്രയോജനമുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ ഒരിക്കലും നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഉറങ്ങിപ്പോകാതിരിക്കാനുള്ള ശ്വാസത പരിഹാരമല്ല. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കം വരികയാണെങ്കിൽ നല്ലപോലെ വണ്ടിയിൽ കിടന്നുറങ്ങിയിട്ട് നിങ്ങൾ സമയം പോലെ പോയാൽ മതി. പിന്നെ വളരെ അർജൻറ്റാണ്, പോയേ പറ്റൂ, ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ഘട്ടത്തിൽ മൊബൈൽ ഫോൺ കൊണ്ട് ഇങ്ങനെയും ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. വാഹനത്തിൽ നിന്ന് ഇത്തരത്തിൽ ഉറങ്ങിപ്പോകാതിരിക്കാനുള്ള പല ഡിവൈസുകളുണ്ട്. ചെവിയിലൊക്കെ വെക്കുന്ന ഇയർഫോൺ പോലത്തെ, അതൊക്കെയാണ് പരിഹാരം. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഒന്നുമില്ല, കയ്യിൽ മൊബൈൽ ഫോൺ മാത്രമാണ് ഉള്ളതെങ്കിൽ ഇതുകൊണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തന്നതാണ്. പിന്നെ പ്രത്യേക കാര്യം ഓർക്കുക, വെളിച്ചം വേണം. അതുപോലെ തന്നെ നമ്മളെ ക്യാമറയിൽ കാണുന്ന രീതിയിൽ മൊബൈൽ ഫോൺ വെച്ചാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.